എല്ലാവർക്കും നമസ്കാരം. ലേൺ വൈസിന്റെ പുതിയൊരു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇഗ്നുവിന്റെ MHI 102 പേപ്പറിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിനൈസൻസ് ആൻഡ് ദി ഐഡിയ ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ള പാഠമാണ്. അപ്പോൾ ഈ യൂണിറ്റിനെ പറ്റി പ്രധാനമായിട്ടും നമ്മൾ ഹെഡിങ്ങിൽ പോലെ തന്നെ പ്രധാനമായിട്ടും റിനൈസൻസിനെ പറ്റിയും ഐഡിയ ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു സംഭവ വികാസത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് രണ്ടും നമ്മൾ വരും ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും ഈ റിനൈസൻസിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയയെ കൺസീവ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിനൈസൻസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ കണ്ടെത്തിയതെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ടും 19ഉം 20ഉം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാരാണ് ഈ പറയുന്ന റിനൈസൻസ് കാലഘട്ടം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക കാലഘട്ടത്തെ തരംതിരിച്ചത്. ആ കാലഘട്ടത്തിലെ ചിന്തകർ റിനൈസൻസ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞ് ടേം ചെയ്തത് 20ആം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാരാണ്. അതിന് പ്രധാനമായിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ ജീവിച്ചിരുന്ന 20ആം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാർ അവരുടെ ചരിത്രത്തെ, നമ്മുടെ ലോക ചരിത്രത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിരുന്നു. അതിലൊന്ന് ഗ്രീക്കോ റോമൻ ദ വേൾഡ് ഓഫ് ആന്റിക്വിറ്റി എന്ന് പറയും. അതായത് ഗ്രീക്കിന്റെയും റോമൻ ഫിലോസഫേഴ്സ്, തിങ്കേഴ്സ് തുടങ്ങിയ ആളുകളുടെ വളരെയധികം കോൺട്രിബ്യൂഷൻ ഉള്ള ഏകദേശം ഒരു 8 BC 8ആം നൂറ്റാണ്ട് മുതൽ ഒരു 500 CE അല്ലെങ്കിൽ 500 AD വരെയുള്ള കാലഘട്ടത്തെയാണ് അവർ ഗ്രീക്കോ റോമൻ വേൾഡ് അല്ലെങ്കിൽ ദി ഏജ് ഓഫ് ആന്റിക്വിറ്റി അഥവാ ക്ലാസിക്കൽ ഏജ് എന്ന് തരംതിരിച്ചത്. കാരണം ഈ കാലഘട്ടത്തിൽ അവർ വളരെയധികം ഫിലോസഫി, ഗദ്യം, പദ്യം, പോയട്രി തുടങ്ങിയ എല്ലാ മേഖലകളിലും വളരെയധികം കോൺട്രിബ്യൂഷൻ ഈ ഗ്രീക്ക് ആൻഡ് റോമൻ ഫിലോസഫേഴ്സിന്റെയും മറ്റും വളരെയധികം കോൺട്രിബ്യൂഷൻ ഈ ഒരു ചരിത്രകാരന്മാർ കാണുകയുണ്ടായി. അപ്പോൾ ആ കാലഘട്ടം വളരെയധികം ആർട്സിനും ചിന്തകൾക്കും ഫിലോസഫിക്കും എല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ ആന്റിക്വിറ്റിക്ക് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഇവര് ഹിസ്റ്ററിയെ പറ്റി പഠിക്കുമ്പോൾ ഇവർക്ക് മറ്റൊരു കാര്യം കാണാൻ കഴിഞ്ഞു. ഈ ക്ലാസിക്കൽ ആന്റിക്വിറ്റിക്ക് ശേഷം അഥവാ റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം പറയുന്ന ക്രിയേറ്റീവ് ചിന്താ രീതികൾക്ക് വളരെയധികം റെസ്ട്രിക്ഷൻസ് വരുന്നതായിട്ട് ഒരു കാണാൻ പറ്റി. അതായത് പിൽക്കാലത്ത് വന്ന ക്രിസ്ത്യാനിറ്റി അഥവാ ചർച്ചിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നതനുസരിച്ച്, മൊണാർക്കിയുടെ പവർ കൂടി വരുന്നതനുസരിച്ച് ഈ പറയുന്ന മൊണാർക്കിയുടെയും ചർച്ചിന്റെയും അഥവാ പുരോഹിത വർഗത്തിന്റെയും റെസ്ട്രിക്ഷൻ ഈ പറയുന്ന മനുഷ്യന്റെ ക്രിയേറ്റീവ് സർഗാത്മകമായിട്ടുള്ള കഴിവുകൾക്ക് മുകളിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്നതായിട്ട് ഒരു കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ ഈ 5ആം നൂറ്റാണ്ടിന് ശേഷം 500 AD ശേഷം വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ക്രിയേറ്റീവ് ആർട്സ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ വർക്ക്സ് ഒക്കെ തന്നെ ഒന്നുകിൽ ചർച്ചിന്റെ സംഭാവനയായിരിക്കും, അല്ലെങ്കിൽ മൊണാർക്കി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും. അല്ലാതെ മുൻകാലങ്ങളിലെ പോലെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്സ് ഈ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ എഴുത്തു വർക്കുകളോ അല്ലെങ്കിൽ മറ്റ് ഫിലോസഫിക്കൽ വ്യൂകളോ ഈ കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന 20ആം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാർ കണ്ടെത്തിയത്. ഈ കാലഘട്ടത്തെയാണ് അവർ ഡാർക്ക് ഏജസ് എന്ന് വിളിച്ചത്. അപ്പോൾ ഒബിയസ്ലി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഡാർക്ക് ഏജസിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോഡേൺ ഏജിലേക്ക് മനുഷ്യൻ മാറിയത് എന്നുള്ളതാണ്. ഈ പറയുന്ന വാല്യൂസ്, എത്തിക്സ്, മോറൽ കോഡ്സ്, നിയമ സംവിധാനം, ഭരണ സംവിധാനം ഈ പറയുന്ന മൊണാർക്കിയിൽ നിന്ന് മാറി ഇന്ന് കാണുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ്? ഈ പറയുന്ന പുരോഹിത വർഗത്തിന്റെ റെസ്ട്രിക്ഷൻ വളരെയധികം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കാണുന്ന സെക്യുലർ ഒരു ചിന്താരീതി വെച്ച് പുലർത്തുന്ന ജനവിഭാഗമായിട്ട് നമ്മൾ മാറിയതെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് അവർ മോഡേൺ ഏജിനെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. ആ ശ്രമത്തിന്റെ തുടക്കം എന്നോണം അവർ കണ്ടെത്തിയ ഒരു ഏജ് പീരീഡ് ആണ് റിനൈസൻസ് കാലഘട്ടം എന്ന് പറയുന്നത്. അവർ നോക്കുമ്പോൾ കണ്ടു, അതായത് ഒരു 13-14 നൂറ്റാണ്ടിന്റെ തുടക്കത്തോടു കൂടി ഈ പറയുന്ന റെസ്ട്രിക്ഷനുകൾക്ക് പുറത്തു നിന്നുകൊണ്ട് ഈ പറയുന്ന ചർച്ചിന്റെയും മൊണാർക്കിയുടെയും അവർ കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഒരു ചിന്താധാരകളുടെ പുറത്തു നിന്നുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ ചിന്തിക്കുന്നതായിട്ട്, ഒരു വിഭാഗം ഇന്റലക്ച്വൽസ്, ഒരു വിഭാഗം ചിന്തകർ ചിന്തിക്കുന്നതായിട്ട് നമ്മുടെ ചരിത്രകാരന്മാർ കാണുകയുണ്ടായി. ആ വിഭാഗത്തെയാണ് നമ്മൾ റിനൈസൻസ് ഇന്റലക്ച്വൽസ് എന്ന് പറയുന്നത്. അവർ കൊണ്ടുവന്ന ഈ മാറ്റം, ഈ ചിന്താ രീതിയിലുള്ള മാറ്റത്തെയാണ് പ്രധാനമായിട്ടും നമ്മൾ റിനൈസൻസ് ചിന്തകൾ അല്ലെങ്കിൽ റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോ ജേക്കബ് ബ്രക്ഹാർട്ട് എന്ന് പറയുന്ന പുള്ളിയുടെ സിവിലൈസേഷൻ ആൻഡ് റിനൈസൻസ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പുസ്തകം ഈ പറയുന്ന ഒരു ഹിസ്റ്റോറിയോഗ്രഫിയുടെ കോർ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഈ പറയുന്ന ഒരു ചരിത്രം എഴുതുന്ന ഒരു രീതി ഈ പറയുന്ന പുസ്തകത്തിൽ ജേക്കബ് ബ്രക്ഹാർട്ട് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഈ പറയുന്ന ഈ ഈ ഡിസെക്ഷൻ ഓഫ് ചരിത്രം അല്ലെങ്കിൽ ഈ ചരിത്രവൽക്കരണത്തെ പിൽക്കാലത്ത് വന്ന പല ചരിത്രകാരന്മാരും ക്രിട്ടിസൈസ് ചെയ്യുകയുണ്ടായി. ഇത് വളരെ യൂറോപ്യൻ സെന്റേർഡ് ആണ്. ഒരു വേൾഡ് ഹിസ്റ്ററി എങ്ങനെയാണ് യൂറോപ്പിൽ നടന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം തരംതിരിക്കാനായിട്ട് കഴിയുന്നത്? തീർച്ചയായിട്ടും ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഹിസ്റ്റോറിയോഗ്രഫിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ലെവലിലേക്ക് പോവുകയുണ്ടായി. അത് മാത്രമല്ല, ചില ചരിത്രകാരന്മാർ ഈ പറയുന്ന ഡാർക്ക് ഏജസിൽ തന്നെ ഈ പറയുന്ന റെസ്ട്രിക്ഷൻ വളരെയധികം നിലനിന്നിരുന്നു എന്ന് പറയുന്ന ഏജസിൽ തന്നെ ഈ പറയുന്ന ചില വ്യക്തികൾ ഈ പറയുന്ന റിനൈസൻസ് മൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന
ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് പ്രൊവൈഡ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചില ചരിത്രകാരന്മാർ അത് നോട്ട് ചെയ്തുകൊണ്ട് വെറും 13-14 നൂറ്റാണ്ടിൽ മാത്രമല്ല അതിന് മുമ്പേ ഈ പറയുന്ന റിനൈസൻസിന്റെ വിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പിൽക്കാലത്തെ ചരിത്രകാരന്മാർ 20-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരന്മാരൊക്കെ പറയുകയുണ്ടായി. ഇപ്പൊ ചാൾസ് ഹോമർ ഹസ്കിൻ അദ്ദേഹത്തിന്റെ ദ റിനൈസൻസ് ഓഫ് 12th സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പറയുന്ന 12-ാം നൂറ്റാണ്ട് മുതലേ ഈ പറയുന്ന റിനൈസൻസിന്റെ ചായ്വുകൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. പക്ഷെ റിഗാർഡ്ലെസ് ഓഫ് ദ ടൈം പീരീഡ്, നമ്മൾ ഈ ടൈം പീരീഡ് മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ചർച്ചിന്റെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ മൊണാർക്കിയുടെ റെസ്ട്രിക്ഷനുകൾക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നതായിട്ട് അവർ അവരുടെ ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ പ്രധാനമായിട്ടും റിനൈസൻസ് കാലഘട്ടം എന്ന് അഭിസംബോധന ചെയ്യുന്നത്. യൂറോപ്പ് ആൻഡ് റിനൈസൻസ്, നമുക്കറിയാം റിനൈസൻസ് എന്താണ്. റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഐഡിയോളജിക്കൽ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ്സ് ഇൻ യൂറോപ്പ് ബിറ്റ്വീൻ 13th and 15th centuries. അതായത് ഈ ഒരു പറയുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 12-13 നൂറ്റാണ്ടോട് കൂടി അന്ന് കാലത്ത് നിലവിലുണ്ടായിരുന്ന ചർച്ചിന്റെയും മൊണാർക്കികളുടെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സ്, അതായത് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ആളുകൾ ഇങ്ങനെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻസ് മാത്രമല്ല, ആളുകൾ ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പുരോഹിത വർഗവും ഈ പറയുന്ന മൊണാർക്കിയും മനുഷ്യർ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഒരു മൊണാർക്കി ഉണ്ട്, ഇവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഇവിടെ ഒരു ചർച്ചിന്റെ അധികാരമുണ്ട്. അപ്പൊ മനുഷ്യൻ ഇതിന്റെ അധീനതയിൽ അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ മാത്രമേ ചിന്തിക്കാവൂ എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ, ഒരു വിഭാഗം ഇന്റലക്ച്വൽസ്, ജനങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിഭാഗം ചിന്തകർ ഈ കാലഘട്ടത്തിൽ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ പറയുന്ന തീർച്ചയായിട്ടും ഇതൊരു യൂറോസെൻട്രിക് അപ്രോച്ച് ആണ്. നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു പേപ്പറിൽ തന്നെ മോഡേൺ വേൾഡിൽ തന്നെ വളരെയധികം ഓറിയന്റ് ചെയ്യുന്നത് നമ്മൾ യൂറോപ്പിലേക്കാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ യൂറോപ്യൻ എക്സാമ്പിളുകൾ വളരെയധികം പ്രകടമാണ് എന്നുള്ളതാണ്. അതായത് കൂടുതൽ പഠനങ്ങൾ ഈ ഒരു ഏരിയയിൽ നടന്നിട്ടുണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇത് വളരെ ഈ ഒരു പ്രക്രിയ, ഈ ഒരു റിനൈസൻസ് പ്രക്രിയ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യൂറോപ്പിനെ നമ്മളൊരു ആർക്കിടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രധാന സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിന് ശേഷം മോഡേൺ വേൾഡിൽ ഈ പറയുന്ന യൂറോപ്യൻ എക്സ്പാൻഷൻ, കൊളോണിയലിസം, ഇമ്പീരിയലിസം വഴി അപ്പോൾ ലോകത്ത് ചുറ്റുമുള്ള പഠന മേഖലകളിലെല്ലാം തന്നെ ഈ ഒരു ചായ്വ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു യൂറോസെൻട്രിക് അപ്രോച്ച് ആയിട്ട് ഇന്നും നിലനിൽക്കുന്നത്. ഇതിന് ക്രിറ്റിസിസം വളരെയധികം നേരിടുന്നതായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. പക്ഷെ എന്നിരുന്നാൽ പോലും യൂറോസെൻട്രിക് അപ്രോച്ച് ഒരു വിട്ടുകൂടാനാവാത്ത ഒരു സംഭവമാണ് നമ്മൾ റിനൈസൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ. അപ്പൊ നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞു ഈ യൂറോപ്പിൽ ഉടലെടുത്ത ഒരു പുതിയ ഐഡിയോളജിക്കൽ പ്രതിഭാസത്തെ അല്ലെങ്കിൽ പുതിയൊരു ചിന്താ രീതിയാണ് നമ്മൾ റിനൈസൻസ് എന്ന് വിളിക്കുന്നത്, ഒരു വിഭാഗം ഇന്റലക്ച്വൽസിലൂടെ. അപ്പൊ അതിന്റെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുക, ഈ ഒരു പ്രക്രിയ കാണാൻ കഴിയുക 13ാം നൂറ്റാണ്ടിലെ നോർത്തേൺ ഇറ്റലിയിലാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്തേൺ ഇറ്റലിയിൽ 13ാം നൂറ്റാണ്ടോടുകൂടി കടൽ മാർഗവും മറ്റും ട്രേഡ് വളരെയധികം ഇംപ്രൂവ് ആവുകയും വളരെയധികം പ്രോസ്പെറസ് ആവുകയും ഈ സിറ്റികളിൽ ജീവിച്ചിരുന്ന അർബൻ മെർച്ചന്റ് ക്ലാസ് അഥവാ സിറ്റികളിൽ ജീവിച്ചിരുന്ന ട്രേഡ് അല്ലെങ്കിൽ കച്ചവട വർഗത്തിന് വളരെയധികം പൈസ സമാഹരിക്കുകയും അവർക്ക് സൊസൈറ്റിയിൽ വളരെയധികം ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണുവാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ പൈസയുണ്ട്, ഇവരുടെ കയ്യിൽ എന്താ പറയാ, ഇവർക്ക് അവരുടേതായിട്ടുള്ള ഈ പറയുന്ന പവറുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് മൊണാർക്കിയുടെയും ഈ പുരോഹിത വർഗത്തിന്റെയും റെസ്ട്രിക്ഷനുകൾക്ക് പുറത്തു നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കി കാണുവാനുള്ള ഒരു കഴിവ് ഈ കാലഘട്ടത്തിൽ വരികയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇന്റലക്ച്വൽ ക്ലാസ് അഥവാ ഒരു ചിന്തക വിഭാഗം ഈ പറയുന്ന റെസ്ട്രിക്ഷനുകൾക്ക് പുറത്തു നിന്നുകൊണ്ടേ ചിന്തിക്കുകയുള്ളൂ. ഇപ്പൊ ഏറ്റവും വലിയ ഉദാഹരണമാണ് 14ാം നൂറ്റാണ്ടിലൊക്കെയായി ഇറ്റലിയിൽ നിലനിന്നിരുന്ന മെഡിച്ചി ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി. അത് അവർ ബാങ്കിങ് ഫാമിലി ആയിരുന്നു. അവർ പൈസ പലിശയ്ക്ക് കൊടുക്കലും ട്രേഡും മറ്റുമൊക്കെ ആയിട്ട്, മൈനിങ് ഒക്കെ ആയിട്ട് അവർ അവരുടെ പണവും അവരുടെ എന്താ പറയാ പവറും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഉയർത്തിക്കൊണ്ടുവരികയും അവർ ഒരു പ്രധാന പൊളിറ്റിക്കൽ ശക്തിയായിട്ട് ഇറ്റലിയിൽ മാറുകയും ചെയ്തിരുന്നു. ഈവൻ പോപ്പിന് പോലും ഈ പറയുന്ന മെഡിച്ചി ഫാമിലിയുടെ സപ്പോർട്ട് വേണം എന്നുള്ളൊരു പൈസ അല്ലെങ്കിൽ മൊണറ്ററി സപ്പോർട്ട് വേണം എന്നുള്ള ഒരു സാഹചര്യം ഈ കാലത്ത് ഉണ്ടാവുകയാണ്. അപ്പോ ഈ മെഡിച്ചി ഫാമിലിയോട് ചേർന്ന് നിൽക്കുന്ന ഇന്റലക്ച്വൽ വിഭാഗം, അപ്പൊ മൈക്കൽ ആഞ്ചലോ, ഡാവിഞ്ചി തുടങ്ങിയ വ്യക്തികളൊക്കെ തന്നെ, തുടങ്ങിയ ചിന്തകരൊക്കെ തന്നെ ഈ പറയുന്ന മെഡിച്ചി ഫാമിലിയുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിന്നിരുന്ന വിഭാഗമാണ്. അപ്പൊ ഈ പൈസ അല്ലെങ്കിൽ ഈ ഒരു അർബൻ മെർച്ചന്റ് ക്ലാസിന്റെ കൂടെ നിന്നിരുന്ന ഒരു ഇന്റലക്ച്വൽ വിഭാഗത്തിന് വളരെയധികം റെസ്ട്രിക്ഷൻ ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു പുതിയൊരു ചിന്താ രീതിയിൽ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഫ്രീഡം അവിടെ ലഭിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇറ്റാലിയൻ സിറ്റീസിൽ ഒരു സെൻട്രലൈസ്ഡ് മൊണർക്കിയുടെയോ
ഒരു സെൻട്രലൈസ്ഡ് ക്ലറിക്കൽ അതോറിറ്റിയുടെയോ ഒരു പുരോഹിത വർഗത്തിന്റെയോ ഒരു ഒരു പവർ അല്ലെങ്കിൽ അവരുടെ ഒരു സെൻട്രലൈസേഷൻ വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്കിത് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ പുതിയ ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ പുതിയ ചില പ്രൊഫഷനുകൾ രൂപപ്പെട്ടു വരികയാണ്. ചർച്ചിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന പല ജോലികളിൽ നിന്നും മാറി പ്രൊഫഷണൽ ആയിട്ട് ലോയേഴ്സും നോട്ടറികളും വക്കീൽ അല്ലെങ്കിൽ നിയമ വിഭാഗങ്ങളും പുതിയ മറ്റേ എന്താ പറയാ നമ്മുടെ മോണിറ്ററി ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പൈസ ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ടന്റ് തുടങ്ങിയ വിഭാഗങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് അവർ പഠിച്ച് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ലോയേഴ്സ് ആൻഡ് നോട്ടറീസ് ഹെൽഡ് ദ ഹൈ പൊസിഷൻ, അതായത് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി മൊത്തത്തിൽ ഒരു ചർച്ചിന്റെ അണ്ടറിലല്ലാതെ മറ്റ് വിഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിന് സാധിച്ചു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബഡിങ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം ആണ്. അതായത് ഒരു സ്റ്റേറ്റിന്റെയോ മറ്റോ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെയോ കൺട്രോൾ ഇല്ലാതെ സ്വന്തമായി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ട്രേഡ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു സൊസൈറ്റൽ സിസ്റ്റം നിർമ്മിക്കുന്നതിന്റെ ഒരു ബഡിങ് സ്റ്റേജിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും വളരെ വലിയൊരു മാറ്റമായിരുന്നു. അവർ ഈ ഒരു മാറ്റം പുതിയ ചിന്താ രീതികൾക്ക്, പുതിയ ചിന്താധാരകൾക്ക് പിറവിയെടുക്കാനായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നത്. അടുത്ത ഹ്യൂമനിസം. ഹ്യൂമനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് റിനൈസൻസിന്റെ കീ ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് റിനൈസൻസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ റിനൈസൻസ് ചിന്തകർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ചിന്താ രീതി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഹ്യൂമനിസം എന്നാണ് നമ്മൾ പറയുക, അഥവാ മാനവീയത എന്നാണ് നമ്മൾ പറയുക. എന്താണ് ഹ്യൂമനിസം അഥവാ എന്താണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിനൈസൻസിന്റെ കോർ എസൻസ് എന്ന് പറയാവുന്ന ഹ്യൂമനിസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ സിമ്പിൾ ആണ്. മനുഷ്യർക്ക് ചിന്തിക്കാനും മനുഷ്യർക്ക് അറിയാനും മനുഷ്യർക്ക് കൂടുതൽ പുരോഗതി നേടാൻ ശ്രമിക്കുന്നതിലൊന്നും തെറ്റില്ല എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഈ പറയുന്ന നേരത്തെ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ചർച്ചിന്റെയും മൊണാർക്കിയുടെയും റെസ്ട്രിക്ഷൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന പുരോഹിത വർഗത്തിന്റെയും മൊണാർക്കിയുടെയും റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് വെറും പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻ മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ ടാക്സ് തരണം അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഏരിയയിൽ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻ മാത്രമല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റലക്ച്വൽ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. അതായത് ചർച്ച് പറയുന്ന രീതിയിലേ മനുഷ്യൻ ചിന്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പുരോഹിത വർഗം പറയുന്ന രീതിയിൽ മാത്രമേ മനുഷ്യൻ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന റെസ്ട്രിക്ഷനുകൾക്ക് പുറത്തു നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു രീതിയാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്ന റിനൈസൻസ് കാലഘട്ടത്തിന്റെ പ്രഥമമായിട്ടുള്ള ഫീച്ചറും. പറയുന്ന റിനൈസൻസ് കാലഘട്ടത്തിന്റെ പ്രഥമമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഹ്യൂമനിസ്റ്റിക് അല്ലെങ്കിൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ഐഡിയോളജിയാണ്. അതായത് നമുക്കറിയാം ഈ പറയുന്ന പുരോഹിത വർഗം ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ഐഡിയ ഉണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിന് ഈ പറയുന്ന ഒരു റെസ്ട്രിക്റ്റഡ് ചിന്താഗതി അന്ന് നിലവിൽ നിന്നിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സഹിച്ച് ജീവിക്കേണ്ട ഒരു ജീവിയാണ്. മനുഷ്യർ കൂടുതൽ സ്വപ്നങ്ങൾ കാണാൻ പാടില്ല, അല്ലെങ്കിൽ മനുഷ്യൻ ധനം സമാഹരിക്കാൻ പാടില്ല, സുഖലോലുപതയിൽ ജീവിക്കാൻ പാടില്ല, സഹനമാണ് എന്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്ന ഒരു ഐഡിയയെ മനുഷ്യനെ എല്ലാ കാലത്തും തളച്ചിടാനായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു മാറ്റമാണ് ഈ പറയുന്ന റിനൈസൻസ് കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഈ പറയുന്ന ഹ്യൂമനിസ്റ്റിക് അല്ലെങ്കിൽ റിനൈസൻസ് ചിന്തകരെല്ലാം തന്നെ ഹ്യൂമനിസ്റ്റിക് രീതിയിൽ ചിന്തിച്ചവരായിരുന്നു. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ജീവിയാണോ, അല്ലെങ്കിൽ മനുഷ്യൻ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണോ, പണം സമാഹരിക്കുന്നത് തെറ്റാണോ, അത് നല്ലതല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തെറ്റാവുന്നത് എന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായുള്ള ഒരു ചിന്താ രീതിയാണ് റിനൈസൻസിന്റെ കോർ അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത്. അതായത് ഓരോ മനുഷ്യനും അവൻ്റെതായിട്ടുള്ള ലൈഫിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഇല്ലേ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഈ പറയുന്ന കാലഘട്ടത്തിലെ റിനൈസൻസ് അഥവാ ഹ്യൂമനിസ്റ്റ് ചിന്തകർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചുറ്റും നോക്കുമ്പോൾ അവർക്ക് ആ പ്രകടമായിട്ടുള്ള മാറ്റം വ്യക്തമായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇറ്റാലിയൻ നോർത്തേൺ സിറ്റികളിൽ അല്ലെങ്കിൽ അർബൻ മർച്ചന്റ് ക്ലാസ് കച്ചവട വിഭാഗം വളരെയധികം ശക്തരായി വരുന്നത് അവർ ശ്രദ്ധിച്ചു. അതായത് പണവും പവറും അവർക്ക് കൂടി വരുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു. അപ്പൊ ആ വിഭാഗത്തിന് എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നു, അതായത് മറ്റുള്ളവർക്കും അങ്ങനെയാണെങ്കിൽ അത് കഴിയുമല്ലോ. പുരോഹിത വർഗത്തിന്റെയും രാജാവിന്റെയും റെസ്ട്രിക്ഷനുകളിൽ നിന്ന് പുറത്തു കിടക്കാൻ ഈ പറയുന്ന അർബൻ മർച്ചന്റ് ക്ലാസ്സിന് അവരുടെ പണസമാഹാരത്തിലൂടെയും അവരുടെ ബിസിനസ് വെഞ്ചേഴ്സിലൂടെയും കഴിയുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാ മനുഷ്യനും സാധിച്ചുകൂടാ എന്നുള്ള ഒരു ചെറിയ തോട്ടിൽ നിന്നാണ് ഈ പറയുന്ന ഹ്യൂമനിസ്റ്റിക് അല്ലെങ്കിൽ റിനൈസൻസ് ചിന്തയുടെ പ്രഥമ ചിന്താധാര എന്താ പറയാ
ഉടലെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഹൈറ്റൻ സെൻസ് ഓഫ് ഇൻഡിവിജ്വലിസം ഈ പറയുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് മനുഷ്യന് സ്വന്തം ജീവൻ തീരുമാനിക്കാൻ സ്വന്തമായിട്ട് കഴിവ് എല്ലാവർക്കും ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ അല്ലെങ്കിൽ സ്വന്തമായ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കാൻ ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള കഴിവില്ലേ എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും ഈ പറയുന്ന കാലഘട്ടത്തിലെ ചിന്തകർക്കിടയിൽ ഉടലെടുത്തു. അവരതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പെട്രാർക്കിന് ലാറ്റിൻ ലിറ്ററേച്ചറിനോട് വളരെയധികം പ്രിയമുണ്ടായിരുന്നു. അതായത് പഴയ കാലത്തെ ഈ പറയുന്ന ഹ്യൂമാനിസ്റ്റിക് അല്ലെങ്കിൽ റിനൈസൻസ് കാലഘട്ടത്തിലെ ചിന്തകരെല്ലാം തന്നെ ഈ പറയുന്ന ഐഡിയകൾക്കെല്ലാം തന്നെ ബേസ് വെച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ ആന്റിക്വിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീക്ക് ആൻഡ് റോമൻ ഫിലോസഫേഴ്സ്, ചിന്തകർ, എഴുത്തുകാർ തുടങ്ങിയവരുടെ എഴുത്തിൽ നിന്നായിരുന്നു. അന്നത്തെ കാലത്തെ ഈ പറയുന്ന ചിന്തകർക്കെല്ലാം തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ആശയങ്ങൾ ഉണ്ടായിരുന്നു. അവർ വൈഡ് വെറൈറ്റി ഓഫ് ചിന്താരീതികൾ മുന്നിൽ കണ്ടിരുന്നു. അവർ വളരെ എന്താ പറയാ ഇതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുകയും ഇതിനെപ്പറ്റി എഴുതുകയും അവർ തമ്മിൽ എന്താ പറയാ തല്ലുകൂടുകയും അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങുകളിലെത്തിയും. അപ്പോൾ മനുഷ്യന് ഇങ്ങനെ സ്വന്തമായിട്ടുള്ള എന്താ പറയാ കണ്ടെത്തലുകൾ സ്വന്തമായിട്ട് ചിന്തിക്കുവാനും അവന്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസിന് വേണ്ടി പുതിയ വ്യൂ പോയിന്റുകൾ കണ്ടെത്താനുമുള്ള അവകാശമില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ അതിനായിട്ട് ഇവർ പ്രധാനമായിട്ടും ഞാനിപ്പോ പറഞ്ഞ പോലെ പഴയ കാലത്തെ ക്ലാസിക്കൽ ആന്റിക്വിറ്റിയിലെ ലിറ്ററേച്ചറുകളെ വളരെയധികം സഹായം തേടിയിരുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന തിയോളജിക്കൽ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പഠനം, അല്ലെങ്കിൽ അത് മാത്രം മതിയോ, പുതുതായിട്ടുള്ള പഠന രീതികൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടുത്തണ്ടേ എന്നുള്ള ചോദ്യം ഈ പറയുന്ന ഹ്യൂമാനിസ്റ്റിക് അല്ലെങ്കിൽ റിനൈസൻസ് ചിന്തകർക്കിടയിലേക്ക് വരികയും അവർ ഈ പറയുന്ന ഗ്രാമർ, പോയട്രി, ഫിലോസഫി, ഹിസ്റ്ററി തുടങ്ങിയ മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്ന ശാസ്ത്ര ശാഖകൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഈ ഒരു തുടക്കമാണ് പിൽക്കാലത്ത് നമ്മളിപ്പോൾ ഹ്യൂമാനിസ്റ്റിക് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന പഠന ഏരിയയെ നമ്മൾ ഇന്നത്തെ കാണുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന റിനൈസൻസ് കാലഘട്ടത്തിലെ ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തികളെല്ലാം തന്നെ ഇതിനായിട്ട് പരിശ്രമിച്ചിരുന്നു. അവർ കൂടുതലായിട്ടും തിയോളജിക്ക് പുറമെ ഈ പറയുന്ന ഹിസ്റ്ററി, ഫിലോസഫി, പഴയ കാലത്തെ എഴുത്തുകൾ, അവരുടെ വർക്കുകൾ, അവരുടെ ഫിലോസഫിക്കൽ ഡിബേറ്റ് തുടങ്ങിയ പറ്റി ചർച്ച ചെയ്യുകയും ഈ ഇന്റലക്ച്വൽ ക്ലാസ് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഡിബേറ്റ് ചെയ്യുകയും കൂടുതൽ എഴുതുകയും ഒക്കെ ചെയ്യുന്നത് വഴി പുതിയൊരു ചിന്താ രീതിയാണ് ഉടലെടുക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു മോഡേൺ വേൾഡിന്റെ തുടക്കം ഇവിടെയാണ് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡോർ എന്ന് പറയുന്നത് ഇവിടെയാണ് എന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളും ഈ ഉത്തരങ്ങളും തേടാനായിട്ട് മനുഷ്യന് കഴിവുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ കുറെ കൂടി ലിബറൽ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ജീവിയാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ കാലത്ത് ഉടലെടുക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന മോഡേൺ വേൾഡിന്റെ തുടക്കമായിട്ട് പല ചരിത്രകാരന്മാരും റിനൈസൻസിനെ കാണുന്നത്. മാത്രമല്ല 15-ാം നൂറ്റാണ്ടിന്റെ പ്രിന്റിംഗ് പ്രസിന്റെ വരവോടുകൂടി ഈ പറയുന്ന ആശയങ്ങളെല്ലാം തന്നെ എഴുതി എന്താ പറയാ പ്രിന്റ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു അവസ്ഥയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. പിന്നീട് വന്ന ഇതോടൊപ്പം തന്നെ പ്രഥമമായിട്ടുള്ള ഒരു ഫീച്ചർ റിനൈസൻസ് പീരീഡിന്റെ എന്ന് പറഞ്ഞ സെക്യുലർ ഓപ്പണിങ്സ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചർച്ചിന്റെയും മൊണാർക്കിയുടെയും, ചർച്ചിന്റെ പ്രധാനമായിട്ടും പുരോഹിത വർഗത്തിന്റെ ഒരു ഹോൾഡ് മനുഷ്യന്റെ മേൽ കുറയുന്നതിന്റെ വിത്ത് പാകിയത് ഈ ഒരു കാലഘട്ടമാണ് എന്ന് വെച്ച് നമ്മൾ പറയുന്നില്ല കേട്ടോ. അതായത് റിനൈസൻസ് കാലഘട്ടത്തിൽ എല്ലാ ചിന്തകരും മതത്തിനെതിരായിരുന്നു എന്നോ അല്ലെങ്കിൽ ഓപ്പൺലി അവർ പൊളിറ്റിക്കലി ഈ പറയുന്ന മത ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ ക്ലർജിക്കോ എതിരായിട്ട് ഒരു പൊളിറ്റിക്കൽ ഒരു മൂവ്മെന്റ് ആയി മാറി എന്നൊന്നുമില്ല. അത് ഒരിക്കലും അന്ന് നടന്നിട്ടുമില്ല. വ്യത്യസ്തമായി ചിന്തിക്കുക എന്നുള്ള ചെറിയൊരു എന്താ പറയാ ആർക്കും ദോഷമില്ലാത്ത ഒരു ആശയം എന്ന് പറഞ്ഞു തുടങ്ങുന്ന രീതിയിലാണ് ഈ പറയുന്ന ഐഡിയകൾ വന്നു തുടങ്ങുന്നത്. അതായത് അങ്ങനെയല്ലാതെ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ എന്താ, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചു കൂടെ, മനുഷ്യൻ എന്തുകൊണ്ട് പ്രോഗ്രസിനായിട്ട് പരിശ്രമിച്ചുകൂടാ, മനുഷ്യൻ എന്തുകൊണ്ട് കുറച്ചുകൂടി ആർട്ടിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൂടാ, മനുഷ്യൻ എന്തുകൊണ്ട് എല്ലാ കാലത്തും ഒരു സഹനജീവിയായി തുടരണം എന്നുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ഈ പറയുന്ന റിനൈസൻസ് കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ചെറിയ ചെറിയ ചോദ്യങ്ങൾ പക്ഷെ പിന്നീട് വലിയ വലിയ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പിന്നീട് വലിയ പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഈവൻ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് എത്താൻ മാത്രം മൊണാർക്കിയെയും ക്ലർജിയെയും ഒക്കെ എന്താ പറയാ നഗരമധ്യത്തിൽ മറ്റേ ഗില്ലൻറ്റീൻ വെച്ച് കൊല്ലുവാൻ മാത്രമുള്ള അത്രയും എന്താ പറയാ റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് വഴിതെളിച്ച ഈ പറയുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മോഡേൺ ഏജിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ ഏജിന്റെ വാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിനൈസൻസ് ഈ പറയുന്ന ഒരു കാലഘട്ടം സമീപിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ചിന്തകർ ഈ പറയുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉത്തരങ്ങളാണ് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്യുലർ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് അവർ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അർബൻ മർച്ചന്റ് ക്ലാസ് അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റികളിലെ കച്ചവട വിഭാഗങ്ങൾക്കെല്ലാം തന്നെ പണത്തിന്റെ വരവോടുകൂടി അവർ പുരോഗതി പ്രാപിക്കുന്നു. എന്തുകൊണ്ട് എല്ലാവർക്കും പുരോഗതി പ്രാപിച്ചുകൂടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? എന്തുകൊണ്ട് എല്ലാവരും ഒരു സഹനജീവിയായി അല്ലെങ്കിൽ എങ്ങനെ ഒരു എന്താ പറയാ എല്ലാവരും പോവർട്ടിയിൽ അല്ലെങ്കിൽ പട്ടിണിയിൽ ജീവിക്കണം എന്നുള്ളത് ആര് പറയുന്ന
ഐഡിയ ആണ്. അത് ദൈവം അങ്ങനെ പറയുന്നുണ്ടോ? അവർ വീണ്ടും ബൈബിളിലേക്കും മറ്റു എന്താ പറയാ, ഈ പറയുന്ന ലാറ്റിൻ പഠിച്ചുകൊണ്ട് ഈ പറയുന്ന പുരോഹിത വർഗത്തിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലാതെ മറ്റ് ഇന്റർപ്രിട്ടേഷനുകൾ തേടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഫ്രാഞ്ചെസ്കോ ബാർബറോ എന്ന് പറയുന്ന വെനീസിലെ ഹ്യൂമനിസ്റ്റ് ചിന്തകൻ, ഒരു റിനൈസൻസ് കാലഘട്ടത്തിലെ ഹ്യൂമനിസ്റ്റ് ചിന്തകൻ ചോദിക്കുകയാണ്, അതായത് മനുഷ്യൻ എന്തുകൊണ്ട് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യമായിട്ട് ജീവിക്കണം? അതായത് മനുഷ്യന്റെ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പണം സമാഹരിച്ചുകൂടെ, അല്ലെങ്കിൽ സുഖമായി ജീവിക്കാനുള്ള കഴിവ് തേടാനുള്ള ഒരു സ്വാതന്ത്ര്യം മനുഷ്യനില്ലേ എന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്. അതുപോലെ തന്നെ ബ്രാക്കിയോളിനി പൊഗിയോ, ഇത് ഈ പ്രൊണൗൺസിയേഷൻ ഒന്നും ശരിയായി കൊള്ളുന്നില്ല തീർച്ചയായിട്ടും, ഇതൊക്കെ ഇറ്റാലിയൻ പേരുകളാണ്, ക്ഷമിക്കുക. അപ്പൊ ഈ പൊഗിയോ എന്ന് പറയുന്ന പുള്ളി മറ്റൊരു ഹ്യൂമാനിസ്റ്റിക് സ്കോളർ ആയിരുന്നു. പുള്ളി ചോദിക്കുകയാണ്, അതായത് പലിശ അല്ലെങ്കിൽ പണം കടം കൊടുക്കുക, അത് പലിശ വാങ്ങുക, ബിസിനസ് ചെയ്യുക തുടങ്ങിയതൊക്കെ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളല്ലല്ലോ. എങ്ങനെയാണ് ഇത് അൺക്രിസ്ത്യൻ ആവുന്നത്? ഒരു ക്രിസ്ത്യാനിറ്റിക്ക് യാതൊരു വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി അല്ല ഇത് എന്നുള്ളതാണ് അവർ ഈ പുള്ളി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മറ്റൊരു ഹ്യൂമാനിസ്റ്റിക് ചിന്തകനായിട്ടുള്ള ലൊറൻസോ വല ഓൺ പ്ലഷർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ ഒരു പുരോഹിത വർഗം എപ്പോഴും പറയാറുള്ള പ്ലഷർ അഥവാ സുഖ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു തെറ്റാണ് എന്നുള്ള ആശയത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് സ്വാഭാവികമായിട്ട് മനുഷ്യന് ജീവിക്കുക എന്ന് പറയുന്നത് എന്താണ് തെറ്റ് എന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ചർച്ച് അല്ലെങ്കിൽ പുരോഹിത വർഗം ഉണ്ടാക്കിയെടുത്തുള്ള മനുഷ്യൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്താ രീതിയിൽ നിന്ന് മാറി മനുഷ്യൻ എന്തുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചുകൂടാ, മനുഷ്യൻ എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് ജീവിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യം വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുന്നതായിട്ട് ഇപ്പോൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ജിയോവാനി പിക്കോട്ടല മിറാൻഡോല എന്ന് പറയുന്ന പുള്ളി മെഡീച്ചി ഫാമിലി ഒരു അംഗമായിരുന്നു, ഒരു ഹ്യൂമാനിസ്റ്റിക് തിങ്കർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒറേഷൻ ഓൺ ദ ഡിഗ്നിറ്റി ഓഫ് മാൻ എന്ന് പറയുന്ന പുസ്തകത്തില് പുള്ളി ചോദിക്കുന്നുണ്ട്, ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിക്കും അവരുടെ ഫ്രീഡം, അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കാനും സുഖലോലുപതി ജീവിക്കാനുമുള്ള അവകാശം ഇല്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഈ ഒരു ചോദ്യം ചെയ്യലാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യത്യസ്തമായി ചിന്തിക്കുക, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആണ് ഈ റിനൈസൻസ് കാലഘട്ടത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് ചർച്ചിനെ നമ്മൾക്ക് ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ പുരോഹിത വർഗത്തെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള റെസ്ട്രിക്ഷൻ എടുത്ത് കളയണം, അങ്ങനെയുള്ള ഒരു ഓപ്പൺ ഐഡിയ അല്ലെങ്കിൽ ഓപ്പൺ പൊളിറ്റിക്കൽ ഐഡിയ ആയിട്ടല്ല. പകരം എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. കാരണം ചുറ്റും നോക്കൂ, അവർ ചിന്തിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് ചുറ്റും നോക്കൂ, മെർച്ചന്റ് ക്ലാസ്സുകൾ വളരുന്നു, ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് വിഭാഗങ്ങൾ അവരുടെ പൈസ അല്ലെങ്കിൽ അവർ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന ലാഭം കൊണ്ട് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അവർ സ്വന്തം സുഖമായിട്ട് ജീവിക്കാന്ന് മാത്രമല്ല, ഈ പറയുന്ന വിഭാഗത്തിന് മുകളിൽ ചർച്ചിനോ അല്ലെങ്കിൽ രാജാവിനോ ഒരു പ്രഷർ ചെലുത്താനായിട്ട് കഴിയുന്നില്ല. കാരണം അവർക്ക് ഇവൻ രാജാവും പോപ്പും അടക്കം ഈ പറയുന്ന ബിസിനസ് ക്ലാസ്സുകളുടെ സഹായത്തിനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച്, ഈ ചിന്തകരെ സംബന്ധിച്ച് പിന്നെ എല്ലാവർക്കും മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ, എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാവി മനുഷ്യൻ ഇല്ലേ എന്നുള്ള ചോദ്യമാണ് ഇവർ ചോദിച്ചത്. അപ്പോൾ ദ ന്യൂ മാൻസ് അല്ലെങ്കിൽ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഈ കാലത്ത് ഉടലെടുക്കുകയാണ്. അതായത് എല്ലാവർക്കും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനവന്റെ ഇഷ്ടത്തിനുള്ള ജോലി ചെയ്ത് എന്തുകൊണ്ട് ഒരു നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം ഈ കാലത്തെ റിനൈസൻസ് കാലത്തെ ഹ്യൂമനിസ്റ്റിക് ചിന്തകരുടെ ഇടയിൽ, ഹ്യൂമനിസ്റ്റിക് ചിന്തകർ അല്ലെങ്കിൽ റിനൈസൻസ് ചിന്തകർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂസ് വന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടും സിനോണിമസ് ആണ്. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകർ, റിനൈസൻസ് കാലഘട്ടത്തിലെ ചിന്തകർ ചിന്തിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. അതായത് എന്തുകൊണ്ട് അപ്പൊ മനുഷ്യന് സ്വന്തമായിട്ട് ചിന്തിച്ചുകൂടാ, സ്വന്തമായിട്ടൊരു ഈ പറയുന്ന ഒരു റെസ്ട്രിക്ഷനുകൾക്ക് പുറത്തു നിന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു നോക്കിക്കൂടാ എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് അവർക്ക് വേണ്ടത്. അപ്പോ ഈ ഒരു ചെറിയ വിത്തുകളാണ് പിൽക്കാലത്ത് വൻമരങ്ങളായിട്ട്, അല്ലെങ്കിൽ പിൽക്കാലത്തെ എൻലൈറ്റ്മെന്റ് പീരീഡിൽ, അല്ലെങ്കിൽ നമ്മുടെ 200-300 കൊല്ലം മുമ്പത്തെ വളരെ വലിയ റവല്യൂഷനുകൾക്കും മറ്റ് ചിന്താ രീതികൾക്കൊക്കെ വഴിവെച്ചത്. മൊണാർക്കിയോ അല്ലെങ്കിൽ ക്ലർജിയോ ഒന്നും പറയുന്ന അല്ല ലോകം, നമ്മൾ കണ്ടെത്തേണ്ടതാണ് ലോകം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തെ പറ്റി സംസാരിക്കും. പക്ഷെ അത്രയൊന്നും റവല്യൂഷണൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയൊന്നും റാഡിക്കൽ ആയിട്ട് ഈ റിനൈസൻസ് കാലഘട്ടത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയും റാഡിക്കൽ ആയിട്ടുള്ള ഒരു കാലഘട്ടം അല്ലായിരുന്നത്. ഇത് വളരെ ചെറിയൊരു, എന്താ പറയുക, ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്ന് പറയുന്ന രീതിയിലുള്ള ചിന്താ രീതികളാണ് ഈ കാലഘട്ടത്തിന്റെ പ്രകടമായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന റിയലിസം എന്ന് പറയുന്നത്, അതായത് ചർച്ചിന്റെ മോറൽ കൺസ്ട്രക്റ്റുകൾക്ക് വിരുദ്ധമായിട്ട് റിയലിസം, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൾ പറ്റാം, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖലോലുപതയ്ക്ക് വേണ്ടി
പരിശ്രമിക്കാം. മനുഷ്യന് അത് മനുഷ്യന്റെ പ്രകടമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള സ്വത്വമായിട്ടുള്ള സ്വഭാവമാണ്. അതിൽ തെറ്റുകളൊന്നുമില്ല. മനുഷ്യൻ പ്രോഗ്രസീവായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ മനുഷ്യന് സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഐഡിയ അതൊരു മനുഷ്യന്റെ ബേസിക് ഇന്നേറ്റ് ക്വാളിറ്റി ആണ് എന്നുള്ള ഒരു ഐഡിയ ഈ കാലത്ത് ഉടലെടുക്കുകയാണ്. മാൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത് ഫ്രം ഹിസ് ഓൺ റീസണിങ് ആൻഡ് വേൾഡ്ലി സെൻസസ് റാദർ ദാൻ ബീങ് ടോട്ട് ബൈ ആൻ അതോറിറ്റി. അതായത് ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ അണ്ടറിൽ പറയുന്നത് കേട്ട് നമ്മൾ ചിന്തിക്കാതെ ജീവിക്കുന്നതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് സ്വന്തമായിട്ടുള്ള അറിവുകളും സ്വന്തമായിട്ടുള്ള ഒബ്സർവേഷനും വഴി പുതിയ ചിന്താ രീതികൾ എന്തുകൊണ്ട് ഉടലെടുത്തുകൂടാ എന്നുള്ളതാണ് റിനൈസൻസ് കാലഘട്ടത്തിന്റെ ഒരു പ്രകടമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. ഇത് അവരുടെ ലിറ്ററേച്ചറിലും ഈ പറയുന്ന റിനൈസൻസ് കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ എഴുത്തുകുത്തുകളിലും പിന്നീട് സ്കൾപ്ചർ, ആർട്സ് എല്ലാ മേഖലയിലും പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോ നിക്കോളോ മാക്കിയവെലിയുടെ ദ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിലൊരു മനുഷ്യന്റെ സ്വന്തമായിട്ടുള്ള, അതായത് ഗ്ലോറി, സ്വന്തമായിട്ട് എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പവർഫുൾ ആവണം, അല്ലെങ്കിൽ സുഖലോലുപതയിൽ ജീവിക്കണം എന്നുള്ള മനുഷ്യന്റെ വളരെ റോ ആയിട്ടുള്ള ഒരു ചിന്ത, ഒരു ആഗ്രഹത്തിന്റെ അത് വളരെ നോർമലാണ് എന്നുള്ള ഒരു കാര്യമാണ് ദ പ്രിൻസിൽ നിക്കോളോ മാക്കിയവെലി പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ സെൽഫ് മെയ്ഡ് മാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, സ്വന്തമായിട്ട് മനുഷ്യന് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യണം എന്നുള്ളത് ഒരു തെറ്റായുള്ള ആശയമൊന്നും അല്ല. അത് മനുഷ്യന്റെ സ്വന്തമായിട്ടുള്ള ഒരു ആശയമാണ് എന്നുള്ള ഒരു ഐഡിയ ഈ പറയുന്ന കാലഘട്ടത്തിലേക്ക് വന്നു. മാക്കിയവെലി പോയിന്റ്സ് ഔട്ട് ദാറ്റ് ദ ഡിസയർ ടു അക്വയർ പൊസഷൻ ഇസ് എ വെരി നാച്ചുറൽ ആൻഡ് ഓർഡിനറി തിങ്. അത് വളരെ നാച്ചുറൽ ആൻഡ് ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ അതിൽ തെറ്റൊന്നുമില്ല, അതിൽ ബ്ലെയിം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. മനുഷ്യൻ അങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരികയുണ്ടായി. മാത്രമല്ല 15-16 നൂറ്റാണ്ടോട് കൂടി ഈ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ട്, അതായത് മനുഷ്യൻ തന്നെയാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയെടുത്തുള്ളത്, അതുകൊണ്ട് മനുഷ്യൻ തന്നെയാണ് ഇത് മാറ്റാനും പോകുന്നത്. അല്ലാതെ ഇതൊരു റെസ്ട്രിക്റ്റീവ് അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതായത് ലോകം തുടങ്ങിയ മുതൽ അവസാനം വരെ ഈ ഒരു സ്റ്റേറ്റിൽ തന്നെ തുടരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. മനുഷ്യൻ എല്ലാ കാലത്തും പ്രോഗ്രസീവായി പുതിയ ഐഡിയകൾ കൊണ്ടുവരും, പുതിയ ചിന്താ രീതികൾ കൊണ്ടുവരും, അതിനനുസരിച്ച് സൊസൈറ്റി മാറും. അപ്പൊ ഈ ഒരു ഐഡിയ വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ട് 15-16 ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 13-ാം നൂറ്റാണ്ടിലെ അർബൻ മെർച്ചന്റ് ക്ലാസ്സുകളുടെ വളർച്ചയും അതിനെ ചുറ്റിപ്പറ്റിയുണ്ടായ ഇന്റലക്ച്വൽ വ്യത്യാസങ്ങളിൽ നിന്നും 15-16 നൂറ്റാണ്ടോടുകൂടി വളരെ വലിയൊരു എന്താ പറയാ തോട്ട് പ്രോസസ് ആയിട്ട് ഇത് മാറുകയാണ്. അതായത് എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കുന്നു എന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കില്ല. കാരണം ആ 15-16 നൂറ്റാണ്ടിലും വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അക്ഷരാഭ്യാസമോ അല്ലെങ്കിൽ ഇതോ ഇല്ല, ഈ പറയുന്ന സാധാരണക്കാരനുള്ള ജനങ്ങൾക്ക്. പക്ഷെ ചിന്താ വിഭാഗങ്ങളിൽ ഈ ഒരു തോട്ട് പ്രോസസ്സ് വളരെ വലിയ എന്താ പറയാ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ പറയുന്ന ചിന്തകർ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ക്ലാസ്സുകളിൽ ഈ പറയുന്ന ചെറിയ ഐഡിയകൾ കൂടി 15-16 നൂറ്റാണ്ടോടുകൂടി നമുക്ക് കണ്ടെത്തിക്കൂടെ, ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് സ്വന്തമായിട്ട് കണ്ടെത്തിക്കൂടെ? എന്തെങ്കിലും ഒരു അതോറിറ്റി പറയുന്നത് കേട്ട് നമ്മൾ ജീവിക്കുന്ന കാരണം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉടലെടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് സയന്റിഫിക് റെവല്യൂഷൻ, നമുക്കറിയാം കോപ്പർനിക്കസ്, ഗലീലിയോ തുടങ്ങിയ ആളുകളൊക്കെ സയന്റിഫിക് റെവല്യൂഷനിലേക്ക് കിടക്കുന്നത്. അപ്പോ ഈ പറയുന്ന ചിന്താ രീതികളെല്ലാം തന്നെ മാറുന്ന ഒരു കാലഘട്ടത്തിന്റെ തുടക്കം കുറിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ വാതിൽ തുറന്നിട്ടത് ഈ പറയുന്ന റിനൈസൻസ് കാലഘട്ടമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന റിയലിസം നമുക്ക് ആർട്സിലും കാണാൻ കഴിയും. മൊണാലിസ വളരെ റിയൽ ആയിട്ടുള്ള ഒരു വലിയ വെച്ചുകെട്ടലുകളോ അല്ലെങ്കിൽ വലിയ എന്താ പറയാ ഒരു ആർട്ടിസ്റ്റിന്റെ ഫ്രീഡം എടുത്തുകൊണ്ട് വളരെയധികം എനോർമസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നും റെപ്രസെന്റ് ചെയ്യാതെ മനുഷ്യനെ വളരെ മനുഷ്യനായിട്ട് കാണിക്കുന്ന, മനുഷ്യന്റെ ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ പഴയ ഗ്രീക്ക് ആൻഡ് റോമൻ ആർട്ടിനെ പ്രതിഫലിക്കുന്ന തരത്തിൽ, ഇപ്പോൾ ഈ മൈക്കലാഞ്ചലോയുടെ ഡേവിഡ്, ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, അത് നമുക്ക് കണ്ടാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. പഴയ കാലത്തെ ആ ഒരു ഗ്രീക്കോ റോമൻ ടച്ച് തിരിച്ചു കൊണ്ടുവരാനായിട്ട് മനുഷ്യനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോഡ് ക്രിയേഷൻ, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായിട്ട് പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാനും ഉള്ള ഒരു ജീവിയായിട്ടാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു റെസ്ട്രിക്ഷനിൽ പെട്ടുകിടക്കാനല്ല എന്നുള്ളൊരു ഐഡിയ ഈ പറയുന്ന ആർട്ടിൽ കൊണ്ടുവരാനായിട്ട് ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ, റഫായൽ തുടങ്ങിയ ആളുകളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല സ്ത്രീകളും ഈ പറയുന്ന ആർട്ടിൽ കൂടുതലായി ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. പഴയ കാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. സ്ത്രീകളെ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. വീരപുരുഷന്മാരുടെയും മറ്റും ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആർട്ടിൽ നിന്ന് ഈ കാലത്തിലേക്ക് കിടക്കുമ്പോൾ സ്ത്രീകൾ എന്താ പറയാ വളരെ ഗംഭീരമായിട്ട് റെപ്രസെന്റ് ആയി ഒന്നൊന്നുമില്ല. നമ്മൾ എല്ലാം പറയുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. എന്നാൽ ചെറിയ രീതിയിലെങ്കിലും സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് കൂടി, സ്ത്രീകളെയും കൂടി ഈ പറയുന്ന ആർട്ടിസ്റ്റിക് ആൻഡ് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ പറഞ്ഞു റിനൈസൻസ് എന്ന് പറയുന്നത് പുതിയൊരു ചിന്താ രീതിക്ക്, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിന്
വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാൽ പോലും ഇത് വളരെ കൺഫൈൻഡ്, അത് വളരെ ചെറിയൊരു അർബൺ അല്ലെങ്കിൽ സിറ്റിക്കുള്ളിൽ ജീവിച്ചിരുന്ന വളരെ ചെറിയൊരു ചിന്താ വിഭാഗത്തിന്റെ ഉള്ളിൽ മാത്രമായിട്ട് ഒതുങ്ങി, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ചിന്താ രീതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം അന്ന് കാലത്ത് എല്ലാ ജനങ്ങൾക്കും, കാരണം വലിയൊരു വിഭാഗം ജനങ്ങൾക്കും അക്ഷരാഭ്യാസമില്ല. അവർ നിലവിലുള്ള റെസ്ട്രിക്ഷനുകൾക്ക് അനുസരിച്ച് തന്നെ ജീവിക്കുന്നു. അവർ കൃഷി ചെയ്യുന്നു, അവർ ടാക്സ് കൊടുക്കുന്നു, അവർ ക്ലർജി പറയുന്നത് കേട്ട് അല്ലെങ്കിൽ മൊണാർക്കിയുടെ റെസ്ട്രിക്ഷനുകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നു. പക്ഷെ ഈ പറയുന്ന ചിന്തക വിഭാഗം ഇങ്ങനെയൊരു പുതിയ ചിന്താ രീതി ഉടലെടുക്കുകയും ഈ ചിന്താരീതി പിന്നീട് പ്രിന്റിംഗ് പ്രസ്, സയന്റിഫിക് റെവല്യൂഷൻ, എൻലൈറ്റ്മെന്റ്, പിന്നീട് ഡെമോക്രസി തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഇത് സ്പ്രെഡായി വരികയാണ്. അപ്പൊ ഈ സ്പ്രെഡ് ആവുന്ന ഈ മോഡേൺ സൊസൈറ്റി അല്ലെങ്കിൽ മോഡേൺ വേൾഡ്, നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു തുടങ്ങിയ ചോദ്യം, മോഡേൺ വേൾഡ് എവിടെ നിന്നുണ്ടായി എന്ന് പറയുന്ന മനുഷ്യർക്കെല്ലാം ഈ ഒരു ഐഡിയകൾ എവിടെ നിന്ന് കിട്ടി? ഈ പറയുന്ന ഐഡിയകളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന റെനസൻസ് കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ഐഡിയ എല്ലാ ജനങ്ങളിലേക്കും അന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ല. വളരെ ചെറിയൊരു എലൈറ്റ് റിച്ച് അർബൻ ക്ലാസിന്റെ ഒരു എൻവയോൺമെന്റിൽ മാത്രമാണ് ഇത് ഒതുങ്ങിയിരുന്നത്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇത് വിത്ത് പാവൽ മാത്രമാണ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് ക്ലർജിയെ നമുക്ക് തകർക്കണം അല്ലെങ്കിൽ മൊണാർക്കിയെ തകർക്കണം എന്ന് പറഞ്ഞിട്ട് 13-ാം 14-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഐഡിയോളജിക്കലി ഈ പറയുന്ന മൊണാർക്കിയുടെയും ചർച്ചിന്റെയും ക്ലർജി പുരോഹിതവർഗത്തിന്റെയും മനുഷ്യൻ എന്ന് പറയുന്ന അവർ കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഐഡിയയിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു അതോറിറ്റി പറയുന്ന ഒരു ഐഡിയ അല്ല, പകരം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ആണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവായുള്ള, വളരെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളുള്ള, വളരെയധികം പ്രോഗ്രസിന് വേണ്ടി ചിന്തിക്കുവാൻ, പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാൻ കഴിവുള്ള ഒരു ജീവിയാണ് എന്ന് പറയുന്ന ഒരു ഐഡിയ, ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിന് തുടക്കമിട്ടത് ഈ പറയുന്ന റെനേസൻസ് കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് മോഡേൺ വേൾഡ് എവിടെ നിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഈ മോഡേൺ വേൾഡിന്റെ സവിശേഷതകൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രഥമമായിട്ടും എല്ലാ ഹിസ്റ്റോറിയോഗ്രാഫേഴ്സ്, ഒരു വലിയൊരു വിഭാഗം ഹിസ്റ്റോറിയോഗ്രാഫേഴ്സും കൈ ചൂണ്ടുന്നത് റിനൈസൻസ് പീരീഡിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമുക്ക് ഈ റിനൈസൻസ് കാലഘട്ടത്തെ പറ്റി പഠിക്കുവാനുള്ളത്. അപ്പോ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് റിനൈസൻസ് വാസ് ദ ബിഗിനിങ് ഇൻ ഹ്യൂമൻ, ഇറ്റ് വാസ് എ ന്യൂ ബിഗിനിങ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. പുതിയൊരു തുടക്കമായിരുന്നു. റിനൈസൻസ് ഹ്യൂമനിസ്റ്റ് വ്യൂ ഓഫ് മാൻ ആസ് എ ഫ്രീ ആൻഡ് റാഷണൽ ഏജന്റ് വാസ് ദ പ്രിൻസിപ്പിൾ ടു വിച്ച് ദ പോസ്റ്റ് റിനൈസൻസ് ഫിലോസഫി റിട്ടേൺഡ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. അതായത് റിനൈസൻസ് കാലഘട്ടത്തിന് ശേഷം വലിയൊരു വിഭാഗം ജനങ്ങളും എന്താണ് മനുഷ്യൻ ഒരു ഫ്രീ ആൻഡ് റാഷണൽ ഏജന്റ്, മനുഷ്യന് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, സ്വന്തമായി ചിന്തിക്കാനും തീരുമാനം എടുക്കാനും കഴിവുള്ള ഒരു ജീവിയാണ് എന്നുള്ള ഐഡിയ, അതിന് തുടക്കമിട്ടത് റിനൈസൻസ് കാലഘട്ടമാണ്. അതിന് ഇവർക്ക് ഇൻസ്പിറേഷൻ ആയത് എവിടെ നിന്നാണ്? ക്ലാസിക്കൽ റോമൻ ആൻഡ് ഗ്രീക്ക് ഏജുകളാണ്. എന്നിരുന്നാൽ പോലും ചർച്ചിന്റെയും മൊണാർക്കിയുടെയും ഒരു റെസ്ട്രിക്റ്റഡ് തോട്ട് പ്രോസസ്സിൽ നിന്ന് മനുഷ്യനെ പുറത്തു കടക്കുവാനായിട്ട് സഹായിച്ച ചിന്താരീതികളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന റിനൈസൻസ് കാലഘട്ടമാണ്. അത് പിന്നീട് എന്താ പറയാ, നമ്മുടെ മറ്റേ ഡെക്ക് ഓഫ് കാർഡ്സ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തൊടുമ്പോൾ മറ്റേറ്റത്ത് വീഴുന്ന ഒരു ഡോമിനോ എഫക്ട്, തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിൽ നമുക്ക് കാണാം. ഇതിന്റെ തുടക്കം പിന്നീട് ചെന്നവസാനിച്ച് നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന സൊസൈറ്റിയിലാണ്. അത് വളരെയധികം മാറ്റങ്ങളുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ഈ പീരീഡ്, അതായത് ദിസ് പീരീഡ് സോ ദ എമർജൻസി ഓഫ് ന്യൂ ഐഡിയോളജി, ഹ്യൂമനിസം, ന്യൂ സോഷ്യൽ ഗ്രൂപ്പ്സ്, അർബൻ മെർച്ചന്റ് ക്ലാസ്, പ്രൊഫഷണൽ ജോലിക്കാർ, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, പ്രൊഫഷണൽ ആയിട്ട് ലോയേഴ്സ് ആവുക, പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച് നോട്ടറി അക്കൗണ്ടന്റുകളാവുക തുടങ്ങിയ ഒരു സോഷ്യൽ ഗ്രൂപ്പുകൾക്ക് ഈ കാലഘട്ടം തുറക്കം കൊടുത്തു. അർബൻ മെർച്ചന്റ് ക്ലാസ്, നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഡ്ഡിംഗ് ക്യാപിറ്റലിസ്റ്റ് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ, ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിന്റെ ബഡ്ഡിംഗ് സ്റ്റേജ് ആണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ചിന്താരീതികൾക്കും മറ്റ് ക്ലർജിയുടെയും പുരോഹിതവർഗത്തിന്റെയും രാജാവിന്റെയും ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ലാതെ ചിന്തിക്കാനായിട്ട് ജനങ്ങളെ ഈ ഇന്റലക്ച്വൽ വിഭാഗങ്ങളെ പ്രേരിപ്പിച്ച ഒരു കാലഘട്ടമായിട്ട് റെനൈസൻസ് കാലഘട്ടത്തെ നമ്മൾ കാണുന്നത്. ഈ കാലഘട്ടത്തിന്റെ തുടർച്ചയെന്നോണമാണ് പല വ്യത്യാസങ്ങളും ഈ പറയുന്ന തുടക്കമിട്ട് കൊടുത്ത വിത്ത് പാവിയ ആ വിത്തുകളാണ് പിൽക്കാലത്ത് സയന്റിഫിക് റെവല്യൂഷനിലേക്കും എൻലൈറ്റ്മെന്റ് പീരീഡിലേക്കും വഴിവെച്ചത്. അതിനെപ്പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ തീർച്ചയായും സംസാരിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തെ കുറിച്ചാണ്. എൻലൈറ്റ്മെന്റ് കാലഘട്ടം എങ്ങനെയാണ് റെനൈസൻസ് കാലഘട്ടത്തെ കണ്ടിന്യൂ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് എങ്ങനെയാണ് എൻലൈറ്റ്മെന്റ് കാലഘട്ടം വന്നത് എന്ന് നമ്മൾ സംസാരിക്കും. എൻലൈറ്റ്മെന്റ് കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെ പറ്റിയും അതിന്റെ സവിശേഷതകളെ പറ്റിയും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ പ്രധാനമായിട്ടും റിനൈസൻസ് കാലഘട്ടത്തെ പറ്റി നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, മനുഷ്യൻ എന്ന് പറയുന്ന ഐഡിയക്ക് പുതിയൊരു മാനം സൃഷ്ടിച്ചത് റിനൈസൻസ് കാലഘട്ടവും അതിന്റെ ചിന്തകരുമാണ്. അതിന് കാരണമായത് റിനൈസൻസ് കാലഘട്ടത്തിന്റെ 13-ാം നൂറ്റാണ്ടിലെ ഇറ്റലിയിലും മറ്റുമായി ഉണ്ടായി വന്ന ഒരു സിറ്റി സ്റ്റേറ്റ് സ്ട്രക്ചർ, അഥവാ 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ഒരു അർബൻ മെർച്ചന്റ് ക്ലാസ് അവരുടെ പവർ, അവരുടെ ശക്തി, അവരുടെ പവർ കൂടി വരികയും അവർ സ്വന്തമായിട്ട് സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ടാക്കിയെടുക്കുകയും
മറ്റ് പുരോഹിത വർഗത്തിന്റെയോ രാജാവിന്റെയോ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് പവർ ഇവർ ആ ഒരു റെസ്ട്രിക്ഷനിൽ നിന്ന് ഇവർ വിട്ടുപോവുകയും ആ ഒരു എൻവയോൺമെന്റിൽ ഉടലെടുത്ത ചിന്തകർ, പുതിയ ചിന്താരീതികൾ, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുവരെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന സഹനജീവിയോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മരണം വരെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു ജീവിയോ ആയിട്ടല്ല, പകരം മനുഷ്യൻ എല്ലായ്പ്പോഴും പുതിയ മാനങ്ങൾ കണ്ടെത്തുവാൻ, ലോകത്തിന്റെ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുവാൻ ശേഷിയുള്ള ഒരു ജീവിയാണ് എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് റിനൈസൻസ് കാലഘട്ടം. അപ്പോൾ ഒരു ഐഡിയയും ഒരു സോഷ്യൽ സിസ്റ്റവും എങ്ങനെയാണ് പരസ്പരം ഇണചേർന്ന് കിടക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു സോഷ്യൽ സിസ്റ്റം, പുതിയൊരു സോഷ്യൽ സിസ്റ്റം, പുതിയ ഐഡിയകൾക്ക് വിഭാവനം ചെയ്യുകയും ആ ഐഡിയകളിൽ നിന്ന് പിന്നീട് പുതിയൊരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ സിസ്റ്റം ഉടലെടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു റിനൈസൻസ് കാലഘട്ടത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ പറയുന്ന യൂണിറ്റിന്റെ പ്രഥമമായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കി തരുന്ന പ്രഥമമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്ന ഈ യൂണിറ്റിന്റെ ഈ പറയുന്ന ഐഡിയകളാണ് മനുഷ്യന്റെ പുതിയൊരു ഫ്യൂച്ചറിലേക്ക് ഒരു കാൽവെപ്പാകാൻ അല്ലെങ്കിൽ ഒരു ഡോർ ആവാനായിട്ട് റിനൈസൻസ് കാലഘട്ടത്തിന് സാധിച്ചു. ആ കാലഘട്ടത്തെ പറ്റിയാണ്, ആ കാലഘട്ടത്തിലെ ചിന്തകരെ പറ്റിയാണ് ഈ യൂണിറ്റ് പ്രധാനമായിട്ടും പറയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ ക്ലാസ് കേൾക്കുക, നിങ്ങൾ നോട്ടുകൾ എഴുതുക. ക്ലാസ് കേൾക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതോടുകൂടി പോകുന്നുണ്ട് കേട്ടോ. അതായത് ഇഗ്നു പറയാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് സിലബസിൽ ഡീൽ ചെയ്യേണ്ടതല്ലാത്ത കുറെ കാര്യങ്ങൾ റിനൈസൻസ് പീരീഡിനെ പറ്റി മറ്റു പലതും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്യൂരിയസ് ആണ് എന്നുണ്ടെങ്കിൽ, ഒരു ഹിസ്റ്റോറിയൻ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കണം. നിങ്ങൾ മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഹിസ്റ്ററി സ്റ്റുഡൻസ് ആണ്. അങ്ങനെ മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഹിസ്റ്ററി സ്റ്റുഡൻസ് എപ്പോഴും ക്യൂരിയസ് ആയിരിക്കണം. നിങ്ങൾ മറ്റ് എന്താ പറയാ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി എന്നല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെഷറിന്, നിങ്ങളുടെ ഒരു സന്തോഷത്തിന് നിങ്ങൾ മറ്റ് രീതിയിലും ഈ പറയുന്ന ഏരിയകളെ കണ്ടെത്തുവാനായിട്ട് നിങ്ങൾ മറ്റു രീതിയിൽ ശ്രമിക്കുക. പക്ഷേ ഇഗ്നുവിന്റെ സിലബസ് അനുസരിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബേസ് നിങ്ങൾ ഈ ക്ലാസ്സുകളിലൂടെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകൾ കാണുക, നോട്ടുകൾ എഴുതുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എൻലൈറ്റ്മെന്റിനെ പറ്റിയായിട്ട് സംസാരിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.